الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 129-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത്. വലൻ തസ്തതീഉ, നിങ്ങൾക്ക് സാധ്യമാകില്ല, അൻ തഅദിലു ബൈനൻ നിസാഇ, സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത്. ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമാണ്. നീതി പാലിക്കാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. വലോ ഹറസ്തും, നിങ്ങൾ മോഹിച്ചാലും അല്ലെങ്കിൽ അത്യാഗ്രഹിച്ചാലും അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഫലാ തമീലു കുല്ലൽ മൈൽ, പരിപൂർണമായ ഒരു ചായ്വ് ഏതെങ്കിലും ഒരു സ്ത്രീയിലേക്ക് നിങ്ങൾ ചായാൻ പാടില്ല. ഫലാ തമീലു എന്നാൽ നിങ്ങൾ ചായാൻ പാടില്ല. കുല്ലൽ മൈൽ, മുഴുവനായ ഒരു ചായ്വ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തേക്ക് തന്നെ ചായാൻ പാടില്ല. നീതി പാലിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവളെ നിങ്ങൾ ഒഴിവാക്കാനും പാടില്ല. കെട്ടിയിടപ്പെട്ടവളെ പോലെ എന്ന് പറഞ്ഞാൽ കെട്ടിയിടപ്പെട്ടവളെ പോലെ കല്യാണം കഴിച്ച ആ സ്ത്രീയെ ബഹുഭാര്യത്വം ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയിലേക്ക് ചാഞ്ഞുകൊണ്ട് മറ്റേ സ്ത്രീയെ കെട്ടിയിടപ്പെട്ടവളെ പോലെ ഉപേക്ഷിക്കാനും പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർക്കിടയിൽ നീതി പാലിക്കണം. നീതി പാലിക്കൽ പ്രയാസകരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അതിൽ വിട്ടുവീഴ്ച ലഭിക്കുമെന്നാണ്. തുസ്ലിഹു, ഇനി നന്നാക്കുകയാണെങ്കിൽ, അതായത് യോജിപ്പുണ്ടാക്കുകയാണെങ്കിൽ, വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇന്നല്ലാഹ, അപ്പോൾ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ഗഫൂറർ റഹീമ, അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഭാര്യ-ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നമാണ്. നോക്കൂ, ബഹുഭാര്യത്വമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നീതി പാലിക്കണം അവർക്കിടയിൽ. ആ നീതി പാലിക്കൽ പ്രയാസകരമാണെന്നുള്ള സമ്മതിക്കുന്നു. അതേസമയം പ്രയാസകരമായ കാര്യത്തിൽ നിങ്ങൾ കരുതലോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.